ഹലോ, ഇന്ന് നമുക്ക് ഭഗവാൻ ദാസന്റെ രാമരാജ്യം എന്ന മലയാള സിനിമയുടെ കഥ നോക്കിയാലോ. കഥയുടെ ചുരുക്കം എന്തെന്നാൽ, മുടങ്ങിപ്പോയ രാമരാവണ യുദ്ധം ബാലെ നടത്തുവാൻ തീരുമാനിച്ച ദാസനും കൂട്ടരും, അതിൽ മതം കലർത്തി പക തീർക്കാനായി തീരുമാനിച്ച സുമേഷും കൂട്ടരും രാമവേഷം കെട്ടുന്നവന്റെ വസ്ത്രമഴിച്ച് മതം കണ്ടുപിടിക്കാൻ ഒരുങ്ങുന്നു. ഒടുവിൽ നടന്നത് രാമരാവണ യുദ്ധം. അതെന്തെന്നറിയാൻ എങ്കിൽ നമുക്ക് വേഗം സിനിമയുടെ കഥയിലേക്ക് കടക്കാം. സിനിമയുടെ തുടക്കത്തിൽ ശ്രീരാമന്റെയും സീതാദേവിയുടെയും ഹനുമാന്റെയും പ്രതിഷ്ഠയുള്ള വണ്ണാത്തിക്കാവിൽ ഉത്സവം നടക്കുന്നതാണ് കാണിക്കുന്നത്. ഉത്സവത്തിനായി ഓരോരുത്തരും വ്രതമെടുക്കുന്നത് രാമന്റെ സേനാനിയായി സ്വയം സങ്കല്പിച്ചുകൊണ്ടാണ്. രാമരാവണ യുദ്ധമാണ് ഉത്സവ സങ്കല്പം. അവസാന ദിവസം രാവണ പ്രതിമ കത്തിക്കുന്നതോടെ ഉത്സവം അവസാനിക്കും. 5 വർഷം മുമ്പ് നടന്ന ഉത്സവത്തിൽ ഒരു വലിയ അടി നടന്നിരുന്നു. അന്ന് മുരളി എന്നൊരു SI ഉത്സവം നടക്കുന്നിടത്ത് വ്രതമെടുത്തു നിന്ന പയ്യന്മാരുടെ ദേഹത്ത് അറിയാതെ മുറുക്കി തുപ്പി. അത് ചോദ്യം ചെയ്ത് അവരെ മനഃപൂർവ്വം വീണ്ടും തുപ്പുകയും അവരെ തല്ലുകയും ചെയ്തു. ആ നാടിത്തിരി പെശകാണെന്ന് കോൺസ്റ്റബിൾ പറഞ്ഞപ്പോഴോ അതറിയണമല്ലോ എന്ന് പറഞ്ഞ് മുരളിയാണെങ്കിൽ മുന്നോട്ട് പോയപ്പോൾ അവിടെയുള്ള ഒരു കൂട്ടം ആളുകൾ ചേർന്ന് മുരളിയെ പഞ്ഞിക്കിട്ടു. അങ്ങനെ മുരളി ട്രാൻസ്ഫർ ആയി പോയി. അതൊക്കെ കഴിഞ്ഞ് പോലീസ് സ്റ്റേഷനിൽ ഒരു പരാതി കൊടുക്കുവാനായി രവി എന്നൊരാൾ എത്തുകയാണ്. രവിയുടെ പരാതി എന്തെന്നാൽ, കമ്പിയുടെയും സിമന്റിന്റെയും ബിസിനസ് നടത്തുന്ന രവിയെ നാട്ടുകാർ കമ്പി രവി എന്ന് ഇരട്ട പേരിട്ട് വിളിക്കാൻ തുടങ്ങി. അത് കാരണം കൂൾ ബാർ തുടങ്ങിയപ്പോഴും കൂൾ കമ്പി രവി എന്ന് വിളിച്ചു. കടയുടെ ഷട്ടറിലൊക്കെ എഴുതി വെക്കുവാനായും തുടങ്ങി. കളിയാക്കി ഒരുത്തന്റെ തലയിൽ ഗ്ലാസ് കൊണ്ട് അടിച്ചു പൊട്ടിച്ചു എന്ന് പറയും. അവർ പരാതി കൊടുക്കുന്നതിന് മുൻപ് തന്നെ തന്റെ നിരപരാധിത്വം അറിയിക്കാനായി എത്തിയതാണെന്നും രവി പറഞ്ഞു. എന്നാൽ അത് കേട്ട പോലീസാണെങ്കിലോ രവിയെ ഒന്ന് കുടഞ്ഞു. അപ്പോഴാണ് അവരുടെ നാട്ടിൽ നാടകാചാര്യനായ കുഞ്ഞിരാമൻ മരണപ്പെട്ട കാര്യം രവി അറിയുന്നതും. കുഞ്ഞിരാമന്റെ മരണാനന്തര ചടങ്ങുകളൊക്കെ കഴിഞ്ഞു. കുഞ്ഞിരാമന്റെ മകനാണ് സുമേഷ്. ഈ സുമേഷിന് കുഞ്ഞിരാമന്റെ കൂട്ടുകാരെയും അവരുടെ ഉദയം കലാസമിതിയെയും ഒട്ടും ഇഷ്ടമേ അല്ല. സമിതിക്കാർ കുഞ്ഞിരാമന്റെ ഫോട്ടോ വെച്ചതിന് സുമേഷ് പ്രശ്നമുണ്ടാക്കി. കുഞ്ഞിരാമന്റെ കൂട്ടുകാരനായ ദാസനാണെങ്കിലോ കുഞ്ഞിരാമൻ പണ്ട് തുടങ്ങിവെച്ച രാമരാജ്യം ബാലെ വീണ്ടും തുടങ്ങാമെന്ന് തീരുമാനിച്ചു. പക്ഷെ അത് മുടങ്ങിപ്പോയതായിരുന്നു. അതറിഞ്ഞ സുമേഷും കൂട്ടരും അമ്പല കമ്മിറ്റിയിൽ ബാലയ്ക്കെതിരായി സംസാരിക്കുവാനായും തീരുമാനിച്ചു. എന്നാൽ കമ്മിറ്റി മീറ്റിംഗിൽ ദാസനും കൂട്ടരും സ്ട്രോങ് ആയി നിന്നതിനാൽ സുമേഷ് സമ്മതിച്ചു. പകരം നാട്ടിലുള്ളവരെ അഭിനയിപ്പിക്കാവൂ, പുറത്തുനിന്ന് ആരും വരാൻ പാടില്ല എന്ന ആവശ്യം സുമേഷും കൂട്ടരും മുന്നോട്ട് വെച്ചു. ആ റിസ്ക് ഏറ്റെടുക്കുവാൻ ദാസൻ തയ്യാറായി. സുമേഷിനാണെങ്കിലും നല്ല ദേഷ്യമുണ്ട്. മനസ്സിലൊന്നും വെക്കരുത്, കൂടെ നിൽക്കണമെന്ന് ദാസൻ സുമേഷിനോട് പറഞ്ഞിട്ടും സുമേഷിന്റെ മനസ്സിലെ ദേഷ്യമൊട്ടും മാറുന്നില്ല. അങ്ങനെ ദാസനും കൂട്ടരും പഴയ നാടകമുറിയൊക്കെ പൊടി തട്ടിയെടുക്കും. ബാലയിൽ അഭിനയിക്കുവാനായി ഓരോരുത്തരെയും കണ്ടെത്തും. സീതയായി രമ്യ എന്നൊരു പെൺകുട്ടിയെ അവർ തീരുമാനിച്ചു. ഇത് സുമേഷിന്റെ അമ്മായിയുടെ മകളാണ്. അവൾ അതിന് സമ്മതിക്കുകയും ചെയ്തു. എന്നാൽ ആര് രാമനായി അഭിനയിക്കുമെന്ന പ്രശ്നമുണ്ടായി. ഒടുവിലവർ രവിയുടെ വളർത്തു മകനായ ആദിയെ രാമനാക്കാമെന്ന് തീരുമാനിച്ചു. എന്നാൽ നമ്മുടെ നാട്ടിലുള്ളവർ മാത്രമല്ലേ അഭിനയിക്കാവൂ എന്നല്ലേ എന്നുള്ള ചോദ്യം വന്നപ്പോൾ രവിക്ക് ആകെ വിഷമമായി. കാരണം എന്തെന്നാൽ, ആദിക്കൊരു പഴയ കഥയുണ്ട്. പണ്ട് രവി പളനിയിൽ പോയപ്പോൾ ഒരു 10 വയസ്സുകാരൻ വഴിയിൽ നിന്ന് കരയുന്നത് കണ്ടു. അവന്റെ അച്ഛനും അമ്മയും സുനാമിയിൽപ്പെട്ട് മരിച്ചുപോയി. അവന് രവി കൂടെ കൂട്ടി. അന്നു മുതൽ രവി സ്വന്തം മകനായിട്ടാണ് ആദിയെ വളർത്തുന്നതും. ആര് ചോദിച്ചാലും എന്റെ മകനാണെന്ന് തന്നെ പറയണമെന്ന് രവി പറഞ്ഞു. അങ്ങനെ ആദിയെ രാമനായി തീരുമാനിച്ചു. പ്രാക്ടീസും ആരംഭിച്ചു. രമ്യയാണെങ്കിലോ സുമേഷിന്റെ മുറപ്പെണ്ണാണല്ലോ. രമ്യ നാടകത്തിൽ അഭിനയിക്കുന്നത് സുമേഷിനൊട്ടും ഇഷ്ടമേ അല്ല. അത് അമ്മായിയോട് പറഞ്ഞു. ഈ അമ്മായിക്കാണെങ്കിലോ സുമേഷിനെ വല്ലാത്ത പേടിയാണ്. ഒരിക്കൽ രാത്രി കടയടച്ചു വന്ന രവിയെ സുമേഷും കൂട്ടരും ചേർന്ന് തല്ലി. കാരണം എന്തെന്നാൽ, സുമേഷിന്റെ കൂട്ടുകാരന്റെ തലയാണ് രവി തല്ലി പൊട്ടിച്ചതും. മാത്രമല്ല, ഉദയം സമിതിയോടുള്ള ദേഷ്യവും സുമേഷിന്റെ മനസ്സിലുണ്ട്. രവിയെ ഹോസ്പിറ്റലിൽ നിന്ന് കൊണ്ടുവന്നപ്പോൾ രവിയെ തല്ലിയ സുമേഷിനോട് ആദിക്ക് തീർത്താ തീരാത്ത പകയായി. ഒരിക്കൽ രാത്രി ഒരു സ്ത്രീയുടെ വീട്ടിൽ നിന്നും ഇറങ്ങി വന്ന സുമേഷിനെ മുഖം മറച്ചൊരാൾ തല്ലി. അത് ആദിയായിരുന്നു. കൂടുതൽ വിളച്ചിലെടുത്താൽ എല്ലാം ഞാൻ പുറത്തു പറയുമെന്ന് സുമേഷിനെ ആദി വിരട്ടിയിട്ട് അവിടെ നിന്ന് പോയി. ആദിയോട് സുമേഷിന് വല്ലാതെ ദേഷ്യവുമുണ്ടായി. അടുത്ത ദിവസം അമ്പലത്തിലെ പൂജയ്ക്കെത്തിയ സുമേഷിന് ആദിയുടെ മുഖത്ത് നോക്കാൻ തന്നെ ഒരു നാണക്കേടായിരുന്നു. എന്നാൽ ആദിയാണെങ്കിലും രമ്യയുമായി മാറി നിന്ന് സംസാരിക്കുന്നത് സുമേഷിന് ഇഷ്ടമായില്ല. അങ്ങനെ ഇരിക്കെ നാടകത്തിൽ അഭിനയിക്കുന്ന ഗീതയോട് കൂടെ അഭിനയിക്കുന്ന രാഘവനാണെങ്കിലും മോശമായി പെരുമാറുവാനായും ശ്രമിച്ചു. അത് കണ്ടുകൊണ്ടുവന്ന ആദി രാഘവനെ തല്ലി. രാവണവേഷം കിട്ടുന്ന രാഘവനാണെങ്കിലോ ആദി മാപ്പ് പറഞ്ഞാലേ ഇനി അഭിനയിക്കൂ എന്നായി. എന്നാൽ രാഘവനുണ്ടെങ്കിൽ സ്ത്രീകൾ അഭിനയിക്കില്ല എന്ന തീരുമാനമുണ്ടായി. ഒടുവിൽ വേറെ വഴിയില്ലാതെ ദാസൻ തന്നെ രാവണവേഷം കെട്ടാമെന്ന് തീരുമാനിച്ചു. വീണ്ടും പ്രാക്ടീസ് ആരംഭിച്ചു.
ഒരിക്കൽ രാത്രി പ്രാക്ടീസ് കഴിഞ്ഞ് രമ്യ വീട്ടിൽ കൊണ്ടാക്കുവാനായി പോവുകയായിരുന്നു ആദി. സുമേഷുമായി വിവാഹം ഉറപ്പിച്ച കാര്യം തിരക്കുമ്പോഴോ അച്ഛനുണ്ടായിരുന്നപ്പോൾ തീരുമാനിച്ചതാണ് എനിക്ക് അയാളെ ഒട്ടും ഇഷ്ടമേയല്ല, മറ്റൊരു ഓപ്ഷൻ വന്നാൽ ഞാനത് സ്വീകരിക്കുമെന്ന് അവൾ പറഞ്ഞതിൽ ആദിക്കൊരു പോസിറ്റീവ് സൂചനയാണ് കിട്ടിയത്. പിന്നീട് ആദിക്കും രമ്യയ്ക്കുമിടയിൽ പ്രണയമുണ്ടാകുവാനായും തുടങ്ങി. അതെല്ലാവർക്കും മനസ്സിലായി. അങ്ങനെ ഉത്സവമെത്തി. ബാലെ നടക്കാതിരിക്കാനായിട്ട് സുമേഷ് പഠിച്ച പണി 18 നോക്കി. എന്നിട്ടും ഒരു വഴിയുമില്ല. ബാലെ ആരംഭിച്ചു. രവിയുടെ കടയിൽ ആരോ പ്രശ്നമുണ്ടാക്കുന്നു എന്ന് കള്ളം പറഞ്ഞ് ആദിയെ ഫോൺ വിളിച്ച് മാറ്റി നിർത്തി കൊല്ലുവാനായി സുമേഷ് പ്ലാനിട്ടു. പക്ഷെ കോൾ വന്ന് പോകുന്ന വഴിയിൽ കടയിൽ ഒരു പ്രശ്നവുമില്ലെന്ന് മറ്റൊരാൾ വഴി അറിഞ്ഞ് ആദി തിരിച്ചും പോയി. സുമേഷിന്റെ പ്ലാനും നടന്നില്ല. ഒടുവിൽ സുമേഷ് മദ്യപിച്ചിരിക്കുന്ന സ്ഥലത്തെത്തിയ രാഘവൻ പറയും, ആദി എല്ലാ വെള്ളിയാഴ്ചയും പ്രാക്ടീസിന് വരില്ല, അവൻ മുസ്ലിം ആണെന്ന് പറയും. അത് കേട്ട സുമേഷ് ആണെങ്കിലോ ആദി മുസ്ലിമാണ്, അന്യമതക്കാരനെ കൊണ്ട് രാമവേഷം കെട്ടിച്ചുവെന്ന് നാട്ടുകാരോടൊക്കെ പറഞ്ഞു. ആദിയോട് സുമേഷിന് നല്ല ദേഷ്യമുണ്ടായിരുന്നല്ലോ. നാട്ടുകാരാകെ ഇളകി. ഇന്റർവെൽ സമയം ബാല്യക്കാരെ തല്ലാനായി പ്ലാനിട്ടത് ഒരാൾ കേട്ടു. സംഭവം അറിഞ്ഞ അയാളാണെങ്കിലും രവിയെ വിവരം അറിയിച്ചു. രവി ദാസനെയും അറിയിച്ചു. ദാസന് നാട്ടുകാരെ പറഞ്ഞ് മനസ്സിലാക്കാം എന്നുള്ളൊരു മൈൻഡായിരുന്നു. എന്നാൽ അത് നടക്കില്ലെന്ന് രവി പറഞ്ഞു. പറഞ്ഞതുപോലെ തന്നെ ഇന്റർവെല്ലായതും സുമേഷും കൂട്ടരും നാട്ടുകാരെയും കൂട്ടി പ്രശ്നമുണ്ടാക്കാനായി എത്തി. ആദ്യ തന്റെ മകനാണ്, അവൻ മനുഷ്യനാണ്, ഞാനവന്റെ ജാതിയും മതവും ഒന്നും നോക്കിയിട്ടില്ല എന്ന് രവി പറയുമ്പോൾ രാഘവൻ പറയും, എങ്കിൽ അവന്റെ ഡ്രസ്സ് അഴിച്ചു നോക്ക്. അത് കേട്ട് മുന്നോട്ട് വന്ന സുമേഷിനെ രവിയും കൂട്ടരും ചേർന്ന് തടഞ്ഞു. അവിടെ അടി നടക്കുകയാണ്. യഥാർത്ഥത്തിൽ സ്റ്റേജിൽ നടക്കേണ്ട രാമരാവണ യുദ്ധം പുറത്തു നടന്നു. രാവണനായി സുമേഷും. ഒടുവിൽ സുമേഷിന്റെ കൂട്ടർ ആദിയെ പിടിച്ചുവെച്ചു. ആദിയുടെ വസ്ത്രം അഴിക്കാനായി മുന്നോട്ട് വന്ന സുമേഷിനെ തളർന്നിരുന്ന ദാസനാണെങ്കിലും ഗത തട്ടി മുന്നോട്ടിട്ടു. അതിൽ ചവിട്ടിയ സുമേഷ് കാൽ തന്നെ അവിടെ അടുത്തുണ്ടായിരുന്ന കിണറിലേക്ക് വീണു. അത് കഴിഞ്ഞ് 3 ആഴ്ചകൾക്ക് ശേഷമാണ് കാണിക്കുന്നത്. സുമേഷ് ആ സംഭവത്തിന് ശേഷം ഹോസ്പിറ്റലിലാണ്. ദാസനും കൂട്ടരും നാടകം തുടർന്നു. ആ പ്രശ്നത്തിന് ശേഷം നാട്ടിൽ മതസൗഹാർദ്ദം വന്നു. അതിന്റെ ഫോട്ടോഷൂട്ട് നടക്കുകയാണ്. അതും കാണിച്ചുകൊണ്ട് സിനിമ അവസാനിക്കുകയാണ്. ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. ഇഷ്ടമായാൽ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും ചാനൽ ഇഷ്ടമായാൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ. അടുത്തൊരു സിനിമയുടെ കഥയിൽ കാണാം. അതുവരെ എല്ലാവർക്കും ബൈ.